നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ഗുരുവായൂർ ഏകാദശിയാണ്. ഇന്നേ ദിവസം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സൗഭാഗ്യവും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തേതായ ചിത്രം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ചിത്രമാകുന്നു. രണ്ടാമത്തേതായ ചിത്രം ഉണ്ണിക്കണ്ണന്റെ ചിത്രമാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഇന്നേ ദിവസം നടത്തുന്ന പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓം നമോ നാരായണായ എന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ ചിത്രമായ ഗുരുവായൂരപ്പന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ, അത്ഭുതകരമായ ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. വിദ്യ, കർമ്മരംഗം, ദാമ്പത്യ ജീവിതം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ ചില അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരാം. അനുകൂലമായ യാത്രകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം കുറയാതെ നിൽക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നടക്കേണ്ടതായ കാര്യങ്ങൾ ശരിയായ സമയത്ത് തന്നെ നടക്കും എന്ന കാര്യം ഓർക്കുക. കൃത്യസമയത്ത് തന്നെ നടക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. മാനസികപരമായ വിഷമതകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരാധീനം അഥവാ ദൈവാധീനം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരുക, സമാധാനപൂർണമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാണ് ഉള്ളത്. അതിനാൽ തന്നെ ഈ സമയം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾക്ക് കാരണമായി തീരും. ജീവിത വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പെട്ടെന്ന് തന്നെ സന്തോഷം, പെട്ടെന്ന് തന്നെ വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ മാറി മറിഞ്ഞ് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ ഒരു കാര്യത്തിനായി നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ, കഠിനമായ പരിശ്രമങ്ങളുണ്ട് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. പുതിയ ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് വരികയും നിങ്ങൾക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ അത് ഭാവിയിൽ പലവിധ നേട്ടങ്ങൾക്കും കാരണമായി തീർന്നു എന്ന് വരാം. ഭഗവാന്റെ അനുഗ്രഹം നിലനിൽക്കുന്നതിനാൽ തന്നെ സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള ആഗ്രഹം, ത്വര ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് കാരണമായി തീരാം. ഭഗവാൻ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് മനസ്സിലാകുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. ചില ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്, എന്നാൽ അത് നടക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അതിൽ ചിലത് നടക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കളങ്കമില്ലാത്തതായ മനസ്സാണ് നിങ്ങളുടേത്. ഇത് പലരും തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ചിന്തകൾ
ശരിയായ രീതിയിലുള്ള ചിന്തകൾ, പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുവാനും ആപത്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. അപകട സാധ്യതകൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ അവഗണിക്കുന്നു എന്നത് വാസ്തവമാണ്. അതിൽ നിങ്ങൾ വിഷമിക്കാതെ നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. സ്വസ്ഥതയില്ലാത്ത അവസ്ഥ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. സമാധാനപൂർണമായ അന്തരീക്ഷം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപവാദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും. സഹായിച്ചവർ തന്നെ നിങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു എന്ന് വരാം. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. ആരോ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ അവരുമായി വീണ്ടും സൗഹൃദത്തിലാകുവാൻ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇപ്പോൾ നടക്കുന്നതായ അല്ലെങ്കിൽ സംഭവിക്കുന്നതായ ദുഃഖങ്ങൾ അത് താൽക്കാലികം മാത്രമാകുന്നു. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനുള്ള മനക്കരുത്ത് ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചിത്രം, അതായത് ഉണ്ണിക്കണ്ണന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ അസൂയയാൽ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും അവർക്ക് ശരിയായ രീതിയിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കണം എന്നില്ല. പല കാര്യങ്ങളിലും അവർക്ക് തിരിച്ചടികൾ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ശ്രമങ്ങൾ വിജയത്തിലെത്തും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. ദുഃഖങ്ങൾ പലതും പുറമെ കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാൻ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദുഃഖങ്ങളും കാണുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഈശ്വര വിശ്വാസം ഉള്ളവർ തന്നെയാകുന്നു നിങ്ങൾ. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ, അതായത് ഭഗവാനിലുള്ള വിശ്വാസം, അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്കും ഐശ്വര്യത്തിനും കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു. ഏതൊരു കാര്യത്തിലും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന വ്യക്തമായ ചിന്ത നിങ്ങൾക്ക് വന്നു ചേരും. വീണാലും തിരിച്ചെഴുന്നേൽക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കാരണം തിരിച്ചടികൾ സംഭവിക്കാനും അത് നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. സ്വപ്നം കാണുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും സ്വപ്നത്തിൽ കാണുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തരും. കാരണം ചില അനുകൂലമായ കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ, കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അടുക്കും ചിട്ടയും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ദൃശ്യമാകും. എപ്പോഴും പോസിറ്റീവായ ഊർജം മനസ്സിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും പല വ്യക്തികളും പല കാര്യങ്ങളുമായി ബന്ധപ്പെടുത്ത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങളെ മറ്റുള്ളവർ പ്രശംസിക്കുന്നതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ അംഗീകാരങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷമങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. യാത്ര ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ, അത്തരം കാര്യങ്ങൾ മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ പരാധീനതകൾ
തരണം ചെയ്യുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഗൃഹദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. കൂടാതെ കുടുംബത്തിൽ നിന്നും പിന്തുണ ലഭിക്കുകയും സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ തർക്കങ്ങൾ കുറയുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ്. അത് നിങ്ങൾക്ക് സ്വയം തോന്നുന്നതായ ചില കാര്യങ്ങളാകുന്നു. അത്തരം ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരും. കാരണം പ്രധാനമായും സാമ്പത്തികരമോ അല്ലെങ്കിൽ വിജയിക്കാനുള്ള പുതിയ വഴികളോ ആകാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ തിരഞ്ഞെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ കാര്യം ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം.